എല്ലാവർക്കും നമസ്കാരം. @പാട്ടും ഒത്തും 5811 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് ധനുരാസനം എന്ന പതഞ്ജലി യോഗ ടിപ്സുമായി ബന്ധപ്പെട്ട് ധനുരാസനം എന്ന ഒരു യോഗ പോസ്റ്ററാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ധനുസ് എന്നാൽ വില്ലാണല്ലോ, അപ്പോൾ അത് വില്ല് പോലെ ശരീരം കിടക്കി, അപ്പോൾ കവിഴ്ന്ന് കിടന്നിട്ട് ചെയ്യുന്ന ഒരു ആസനമാണത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പാൻക്രിയാസിന് ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്, കൊഴുപ്പിനെ കുറയ്ക്കാൻ നല്ലതാണ്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, സ്പോണ്ടിലോസിസ് പോലുള്ള നട്ടൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ നല്ലതാണ്. നല്ല സ്ട്രെച്ചിങ് കിട്ടുന്ന ആ ഭാഗത്താണ് ഇതിൻ്റെ സ്ട്രെച്ചിങ് കൂടുതൽ കിട്ടുന്നത്. എങ്ങനെ ചെയ്യുന്നു നോക്കാം. കമിഴ്ന്ന് കിടക്കുക, സാധാരണ ശ്വാസം എടുക്കുക, കാലുകൾ മടക്കി കൊണ്ടുപോവുക, വലത് കൈ കൊണ്ട് വലത് കാലും ഇടത് കൈ കൊണ്ട് ഇടത് കൈയും പിടിക്കുക. ഇങ്ങനെ ശരീരം പൊന്തിക്കുക, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്, ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുടയിലിൻ്റെയൊക്കെ മസിലുകൾക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടും. തുടയിലിന് ഈ ഇന്നത്തെ മസിലുകൾക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നതാണ്. വളരെയധികം ശരീരത്തിന് വഴക്കം കിട്ടുന്ന നല്ലൊരു പോസ്റ്റാണ് ധനുരാസനം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇതിങ്ങനെ വളയുമ്പോൾ കൂടുതൽ എത്ര വളയ്ക്കാൻ പറ്റുന്ന അത്ര കുറച്ചുകൂടി ആദ്യം കുറച്ചേ പറ്റുള്ളൂ, പിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് വളയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ശരീരത്തിൽ ഈ കൊഴുപ്പ് കുറയ്ക്കാനും, വയറിൻ്റെ ഭാഗത്തുള്ളൊക്കെ കൊഴുപ്പ്, വയറിനകത്ത് കൂടുതൽ കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഈ കൊഴുപ്പ് കുറയ്ക്കാനും, പിന്നെ വയറിലുള്ള അല്ലെങ്കിൽ ഭാഗത്തുള്ള ആന്തരിക അവയവങ്ങൾക്ക്, എസ്പെഷ്യലി പാൻക്രിയാസിനൊക്കെ വളരെയധികം ഒരു ഉത്തേജനം കിട്ടുന്ന ഒരു പോസ്റ്ററാണ് ധനുരാസനം. അപ്പോൾ കമിഴ്ന്ന് കിടന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് പരിശീലിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ യോഗ ടിപ്സ് ഓരോ ടിപ്സും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ആസനങ്ങളിൽ, യോഗാസനങ്ങളിലൊരു ഒരുപാട് പോസ്റ്റേഴ്സ് ഒന്നിച്ച് ചേർന്ന് വരുന്ന ഒരു യോഗാസനമാണ് സൂര്യ നമസ്കാരം. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കാം. ഒരു ശരിക്കും മറ്റുള്ള ആസനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 10 സൂര്യ നമസ്കാരം ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഫ്ലെക്സിബിലിറ്റി കിട്ടും. അപ്പോൾ അത് നോക്കണം. അത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇരിക്കുന്നതാണ് സുഖാസനം എന്ന്. ചമ്രം പടിഞ്ഞിരിക്കുക. അധികം ആൾക്കാർക്ക് ഇപ്പോൾ ചമ്രം പടിഞ്ഞിരിക്കാൻ തന്നെ പറ്റില്ല. പണ്ടൊക്കെ നമ്മൾ ഇലയിൽ ഊണ് കഴിക്കുമ്പോഴേ നിലത്തിൽ നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അതിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുകളെല്ലാം ടേബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഇരിക്കുന്നത് ശരിക്കും നമ്മളെ ഈ മസിലുകൾക്കും സ്ട്രെച്ചിങ് കിട്ടുന്ന ഏതൊരു പോസ്റ്ററും ശരീരത്തിന് ഒരു വഴക്കം കിട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ധനുരാസനം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. പരമാവധി സബ്സ്ക്രിപ്ഷൻ കൂട്ടുക. ഞാൻ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ടിപ്സും മറ്റുള്ള കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിനെ ഒന്ന് പോഷിപ്പിക്കാനുണ്ട്. നിങ്ങളുടെ കമൻസ് അനുസരിച്ചാണ് അതിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവുക. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, meet again with next episode. Okay.